എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയും ആവശ്യം വന്നാൽ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുകയാണ് CPM-ന്റെ ഒരേ ലൈൻ. അത്തരം കിരാത നടപടികളെന്നും മലയാള മണ്ണിൽ പയറ്റി തെളിയിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. രാഷ്ട്രീയ എതിരാളികളെ കയ്യൂക്കുകൊണ്ട് നേരിടുന്ന CPM-നെതിരെ പക്ഷേ അത്തരത്തിലുള്ള ഭീഷണികൾ ഒന്നും കാര്യമായി പാർട്ടികളോ നേതാക്കന്മാരോ നടത്താറില്ല. എന്നാൽ CPM-നൊപ്പം കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും വളർന്ന PV അൻവർ എന്ന നേതാവിനെ പക്ഷേ CPM പാർട്ടിയെ വലിയ ഭയമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ CPM എവിടെ ചിന്തിക്കുമെന്നും എങ്ങനെ ചിന്തിക്കുമെന്നും എല്ലാം കൃത്യമായി അറിയാവുന്ന നേതാവ് കൂടിയാണ് PV അൻവർ. ആ അൻവർ CPM-ന്റെ അതേ ലെവലിലുള്ള ഭീഷണിയാണ് CPM-ന് നേരെ ഇപ്പോൾ നടത്തുന്നത്. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്നായിരുന്നു PV അൻവറിന്റെ ഭീഷണി വന്നത്. കഴിഞ്ഞ ദിവസം ചുങ്കത്രയിൽ നടന്ന UDF പൊതുയോഗത്തിലായിരുന്നു അൻവറിന്റെ ഇത്തരത്തിലുള്ള പ്രസംഗം അരങ്ങേറിയത്. അക്രമ രാഷ്ട്രീയത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ആണൊരുത്തൻ എതിർത്ത് നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ ചില പ്രാദേശിക CPM നേതാക്കളുടെ അഹങ്കാരം എന്നതാണ് വാസ്തവം. അതിന് ഇത്തരം ചില ഭീഷണികൾ ഉപകരിക്കുമെങ്കിൽ അത് നല്ലതാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നും കാണാം. ആക്രമിക്കാനായി മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന CPM നേതാക്കൾക്കുള്ള സൂചനയാണ് ഇത് എന്നും അൻവർ ഇവിടെ പറയുന്നുണ്ട്. ഇവരെ പറഞ്ഞുവിടുന്ന തലകൾക്കെതിരെ തന്നെ അടിക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ല എന്നും ഇവിടെ CPM-ന് ഓർമ്മിപ്പിക്കുകയാണ്. ആരെയും പേടിച്ച് മാറി നിൽക്കുമെന്ന് കരുതരുത്, മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും അൻവർ CPM-ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചുങ്കത്രയിലെ വനിതാ പഞ്ചായത്ത് അംഗ CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നും അൻവർ ഇവിടെ പറയുന്നുണ്ട്. അൻവറിന്റെ ഒപ്പം നടന്നാൽ കുടുംബമടക്കം പണി തീർത്തുകളയുമെന്നായിരുന്നു CPM ഏരിയ സെക്രട്ടറിയുടെ വാട്സാപ്പ് വോയിസ് മെസ്സേജ്. ഇതിനെതിരെയാണ് അൻവർ പരസ്യമായി രംഗത്ത് വന്നതും CPM-നെ തന്നെ തീർക്കുമെന്ന് പരസ്യമായി പറഞ്ഞതും ഇവിടെ കാണാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അൻവറും CPM-ഉം അത് ജീവൻ മരണ പോരാട്ടമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-നെ തുറന്നെതിർക്കാൻ തന്നെയാണ് അൻവറിന്റെ പ്രഖ്യാപനം. 2011 തോറ്റെങ്കിലും തോൽവിയുടെ വീര്യത്തിൽ സമ്മാനമായി കിട്ടിയ നിലമ്പൂർ സീറ്റ് അട്ടിമറി നടത്തി 2016 അൻവർ ഇടത് ചേർത്തതോടെ CPM-നുള്ളിൽ അൻവർ ഒരു താരമായി മാറുകയായിരുന്നു. അതേ അൻവർ രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ പ്രതിരോധിക്കാൻ പക്ഷേ CPM മറന്നു പോവുകയാണ്. CPM-ന് വേണ്ടി പ്രതിപക്ഷ നേതാക്കളെ എന്തിന് രാഹുൽ ഗാന്ധിയെ പോലും കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ അൻവർ മടിച്ചിട്ടില്ല. രാഷ്ട്രീയ നാടകങ്ങൾ പുരോഗമിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇടതുമായി അൻവർ തെറ്റുന്നത്. AICC അംഗവും എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PV ഷൗക്കത്ത് അലിയുടെ മകനായ അൻവർ കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. KSU സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. 2014 വയനാട് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായും 2019 ഇടത് സ്വതന്ത്രനായി പൊന്നാനിയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എങ്കിലും പരാജയപ്പെട്ടു. കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന അൻവർ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ശ്രദ്ധേയനായി മാറുന്നത്. അന്ന് CPM-ന് പ്രിയ പുത്രനായിരുന്ന അൻവർ ഇന്ന് കണ്ണിലെ കരടായി പരിണമിക്കുമ്പോൾ വെല്ലുവിളികളുമായി CPM-നെ പറപ്പിക്കുവാനും നേതാവ് മറക്കുന്നില്ല.